കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ സ്പെയിനിലേക്ക് അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലേക്ക് നേരിട്ട് ക്ഷണിക്കാനാണ് യാത്ര. കായിക വകുപ്പ് ഡയറക്ടറും സെക്രട്ടറിയും മന്ത്രിക്കൊപ്പം സ്പെയിനിലേക്ക് പോകുന്നുണ്ട്. മാഡ്രിഡിലെത്തുന്ന മന്ത്രി അർജന്റീന ടീം പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും മന്ത്രി കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്. എനിക്കൊപ്പം കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ നമുക്കിപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം സ്പെയിനിലേക്ക് പോവുകയാണ്. എന്താണ് യാത്രയുടെ ലക്ഷ്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കാം. മിനിസ്റ്റർ, താങ്കൾ സ്പെയിനിലേക്ക് പോവുകയാണ്. ക്ലബ് ഫുട്ബോളിൻ്റെ ഒരു കേന്ദ്രം തന്നെയാണ് ഈ യാത്ര. കേരളത്തിന് എത്രത്തോളം സുപ്രധാനമാണ്? കേരളത്തിൽ നമ്മൾ കായിക മേഖലയെ സാമ്പത്തിക മേഖലയായി വളർത്തുന്നതിനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അത്തരത്തിൽ ഒരു തീരുമാനം ഒരു സംസ്ഥാനം എടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ഇന്ന് ഫുട്ബോൾ ലീഗുകൾ KFI അവർ നല്ല രീതിയിൽ തന്നെ അത് ആരംഭിച്ചു. ക്രിക്കറ്റ് ലീഗുകൾ ആരംഭിച്ചു. കോളേജ് ലീഗുകൾ ആരംഭിക്കുകയാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയ തോതിൽ കേരളം പണം മുടക്കി. കായിക അടിസ്ഥാന വികസനത്തിന് ഏകദേശം 2500 കോടി രൂപ ഗവൺമെൻറ് തന്നെ മുതൽ മുടക്കി. അതോടൊപ്പം സ്വകാര്യ മേഖലയിൽ നിന്ന് 5000 കോടിയിലധികം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ വരികയാണ്. സ്പോർട്സ് എക്കോണമി ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ വിദേശ രാജ്യങ്ങളിലെ പരിശീലകരെയും കളിക്കാരെയും കൊണ്ടുവരേണ്ടതുണ്ട്. ഇതാണ് നമ്മൾ അർജൻറ്റീനയുമായി ഇപ്പോൾ സംസാരിച്ചിട്ടുള്ളത്. അർജൻറ്റീനിയൻ ഫുട്ബോൾ അക്കാദമി കേരളത്തിൽ പരിശീലനം നടത്താൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സൗഹൃദ മത്സരങ്ങളും നടത്താൻ അവർ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ സംസാരിക്കും. അതോടൊപ്പം തന്നെ AC മിലാൻ ഇപ്പോൾ നമ്മുടെ ജീവിരാജ സ്കൂളുമായി സ്പോർട്സ് സ്കൂളുമായി കരാറപ്പെടുകയും അവിടെ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോൾ നടന്നു പോകുന്നു. അപ്പോൾ ഇനിയും കൂടുതൽ വിദേശ രാജ്യങ്ങളുമായുള്ള പരിശീലന പരിപാടികൾ നടത്തണം. വിക്ടോറിയ യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയയുമായി നമ്മൾ കരാറൊപ്പിട്ടിട്ടുണ്ട്. അതോടൊപ്പം നെതർലാൻഡ്സുമായി റോയൽ ക്ലബ് നെതർലാൻഡുമായി ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും അടുത്ത് തന്നെ നമ്മൾ പൂർത്തീകരിക്കും. ഇതെല്ലാം തന്നെ കേരളത്തിലെ കായിക വളർച്ചയിൽ വലിയ സംഭാവനകൾ ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും നമുക്ക് നോക്കാം. ഇതിൽ മറ്റൊരു കാര്യമുണ്ട്. ഇവരുടെ ലോകത്തിലെ നമ്പർ 1 ടീമാണവർ. അപ്പോൾ അവരുമായി ചില കണ്ടീഷൻസൊക്കെ നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പോൾ സംസാരിച്ചതിന് ശേഷം നമ്മൾ ആവശ്യമായാൽ കരാറൊപ്പിടാനാണ് ഈ യാത്ര കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രാജ്യത്ത് ആദ്യമായി ഒരു കായിക നയം രൂപീകരിച്ച നമ്മുടെ സംസ്ഥാനമാണ്. ഇന്ന് ഇന്ത്യ രാജ്യത്തിന് തന്നെ സ്വന്തമായ ഒരു കായിക നയമില്ല. അതുകൊണ്ട് തന്നെ ആ കായിക നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കായിക സാമ്പത്തിക മേഖലയെ വളർത്തുന്നത്. അതോടൊപ്പം ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തുന്നു. ഇത് കായിക നയത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം ക്ലബ്ബുകളെ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതും അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ കേരളത്തിൽ ചെയ്തു കൊടുക്കാൻ തീരുമാനിക്കുന്നത്. ഏതായാലും നല്ല പ്രതീക്ഷയോടുകൂടിയാണ് നമ്മുടെ യാത്ര. ശരി. കായിക പ്രേമികൾക്കും പ്രത്യേകിച്ച് മെസ്സി ഫാൻസിനും അർജൻറ്റീന ഫാൻസിനൊക്കെ വലിയ ആവേശം പകരുന്ന ഒരു യാത്ര തന്നെയാണ് സ്പെയിനിലേക്കുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ്റെ ഈ വിദേശയാത്ര. ക്യാമറമാൻ അഖിൽ ഷായ്ക്കൊപ്പം കീർത്തി മോഹൻ, കൈരളി ന്യൂസ്.